നമസ്കാരം. ലോകത്തിൽ ചെറുതും വലുതുമായി ഏതാണ്ട് 4000-ഓളം മതങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ, വിശ്വാസികൾ പിന്തുടരുന്ന മതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഒരു മതവും താഴെയാണെന്നും മുകളിലാണെന്നും എന്നല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പിന്തുടരുന്ന മതത്തെയാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുവാൻ പോകുന്നത്. ഹായ്, ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ലോകത്തെ 10ാമത്തെ മതമാണ് ജൂതമതം. ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നാണ് ജൂതമതം. ദൈവം നേരിട്ട് തിരഞ്ഞെടുത്ത ജനങ്ങളാണ് ജൂതമതക്കാർ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എബ്രഹാമിന്റെ പിൻഗാമിയായി യൂതർ സ്വയം വിലയിരുത്തുന്നു. എബ്രഹാമിന്റെ ചെറുമകനായ യാക്കോവിന്റെ 12 മക്കളിൽ ഒരാളായ യഹൂദയുടെ പേരിലാണ് ഈ മതം അറിയപ്പെടുന്നത്. ഹിബ്രു ബൈബിളാണ് ജൂതമതം ഉപയോഗിക്കുന്നത്. അവരുടെ വിശ്വഗ്രന്ഥം ഹിബ്രു ബൈബിളാണ്. 14.7 മില്യൺ ജനങ്ങളാണ് ജൂതമതത്തെ വിശ്വസിക്കുന്നത്. അതായത് ലോക ജനസംഖ്യയിൽ 0.2% ആളുകൾ യഹൂദന്മാരായിട്ട് ഉണ്ട് എന്നാണ് വിശ്വാസം. 9ാമത്തെ മതം സ്പിരിറ്റിസമാണ്. ഒരുപക്ഷെ നമ്മളിൽ പലരും ആദ്യമായി കേൾക്കുന്ന ഒരു മതമായിരിക്കും സ്പിരിറ്റിസം. 1850-ൽ ഫ്രാൻസിൽ രൂപം കൊണ്ട തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മതമാണ് സ്പിരിറ്റിസം. പ്രത്യേക ദൈവമോ ഗ്രന്ഥമോ സ്പിരിറ്റിസം എന്ന മതത്തിനില്ല. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയെ സ്പിരിറ്റായി കാണുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ പ്രത്യേകത. ഫ്രാൻസിലെ ഒരു ശാസ്ത്ര അധ്യാപകനാണ് സ്പിരിറ്റിസം എന്ന മതം സ്ഥാപിക്കുന്നത്. ക്യൂബ, ജമൈക്ക, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി വിശ്വാസികളാണ് സ്പിരിറ്റിസം എന്ന മതത്തിന് ഉള്ളത്. 15 മില്യൺ അഥവാ 1.5 കോടി വിശ്വാസികളാണ് സ്പിരിറ്റിസത്തിന് ലോകമെമ്പാടും ഉള്ളത്. 8ാമത്തെ മതം സിഖ് മതമാണ്. ഇന്ത്യയിലെ പഞ്ചാബിൽ രൂപീകൃതമായ മതമാണ് സിഖ് മതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 5ാമത്തെ മതം കൂടിയാണ് സിഖ് മതം. ഗുരു നാനാക്കാണ് സിഖ് മതം സ്ഥാപിച്ചതെങ്കിലും ഗുരു ഗോവിന്ദ് സിംഗ് ആണ് സിഖ് മതത്തെ കൂടുതൽ വ്യാപിപ്പിച്ചതും അതിനെ വളരുവാൻ സഹായിച്ചതും. ഗുരു നാനാക്കിന്റെ വിശ്വതത്വങ്ങളാണ് സിഖ് മതം പിന്തുടരുന്നത്. ഏകദൈവ വിശ്വാസികളാണ് സിഖ് മതക്കാർ. ഹിന്ദു, ഇസ്ലാം മതങ്ങളെ കൂട്ടിയിണക്കിയുള്ള ആചാര രീതികളാണ് സിഖ് മതത്തിൽ ഉള്ളത്. ഇന്ത്യ, UK, മലേഷ്യ, കാനഡ എന്നീ രാജ്യങ്ങളിലായി ലക്ഷക്കണക്കിന് സിഖ് മത വിശ്വാസികൾ ഉണ്ട്. ലോകത്താകെ 26 മില്യൺ സിഖ് മത വിശ്വാസികളാണുള്ളത്. അതായത് 2.6 കോടി സിഖ് മത വിശ്വാസികൾ ലോകമെമ്പാടും ഉണ്ട് എന്നർത്ഥം. 7ാമത്തെ മതം ആഫ്രിക്കൻ ഗോത്ര വർഗ മതങ്ങളാണ്. ഏതാണ്ട് 100 മില്യൺ അതായത് 10 കോടി ജനങ്ങൾ ആഫ്രിക്കൻ ഗോത്ര മതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. വിവിധ വംശീയ മതങ്ങൾ, അവരുടെ ഗോത്രാചാരങ്ങൾ എല്ലാം നിറഞ്ഞതാണ് ഈ മതം. പ്രത്യേക ഗ്രന്ഥമോ ദൈവമോ ഇവർക്കില്ല. വാമൊഴി വഴിയും നാടോടിക്കഥകളായും പാട്ടുകളും ഉത്സവങ്ങളും എന്നിവയിലൂടെ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ഇവർ ഈ മതത്തെ പകർന്നു നൽകി പോരുന്നതാണ് ഇവരുടെ രീതി. പൂർവികരും മരിച്ചുപോയ വീരന്മാരെയും ഇവർ ആരാധിക്കുന്നുണ്ട്. 6ാമത്തെ മതം വംശീയ മതങ്ങളാണ്. പൂർവികർ പകർന്നു നൽകിയ ആചാരങ്ങൾ പിന്തുടരുന്ന കുറേയധികം വിശ്വാസികളുള്ള മതമാണ് വംശീയ മതങ്ങൾ. അഗ്നി, വായു, ജലം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെയാണ് മിക്ക ആത്മീയ മതങ്ങളും ആരാധിക്കുന്നത്. ഇന്ത്യയിലെ കുലദേവതാ സമ്പ്രദായം വംശീയ മതത്തിന്റെ മറ്റൊരു രീതിയാണ്. വിവിധ രാജ്യങ്ങളിലെ ഗ്രാമങ്ങളിലാണ് വംശീയ മതങ്ങൾ രൂപം കൊണ്ടതും വ്യാപിക്കപ്പെട്ടതും. 1970-കളിലാണ് ഇത്തരത്തിലുള്ള വംശീയ വിശ്വാസികൾ ചേർന്ന് വംശീയ മതങ്ങൾ ഉണ്ടാക്കിയത്. ലോകത്താകെ 300 മില്യൺ അഥവാ 300 കോടി ജനങ്ങൾ വംശീയ മത വിശ്വാസികളാണ്. 5ാമത്തെ മതം ചൈനയിലെ പാരമ്പര്യ മതങ്ങളാണ്. താവോയിസം പോലെയുള്ള നിരവധി ഗോത്ര മതങ്ങൾ ചേർന്നതാണ് ചൈനയിലെ പാരമ്പര്യ മതങ്ങൾ. പൂർവിക ആരാധനയും പ്രകൃതി ശക്തികളെ ആരാധിക്കലുമാണ് ഇവരുടെ ആരാധനാ രീതി. പ്രത്യേക ഗ്രന്ഥങ്ങൾ ഇവർക്കില്ല. ചൈനയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് പാരമ്പര്യ മതങ്ങളിലാണ്. 394 മില്യൺ അഥവാ 39.4 കോടി ജനങ്ങൾ ഈ ഗോത്രമത വിശ്വാസികളാണ്. 4ാമത്തെ മതം ബുദ്ധമതമാണ്. ഇന്ത്യയിൽ രൂപം കൊണ്ട് ആര്യന്മാരുടെ പടയോട്ടത്തിൽ നാശനഷ്ടങ്ങൾ സഹിച്ച ഇന്ത്യയിലെ വലിയൊരു മതമായിരുന്ന ബുദ്ധമതം. ബുദ്ധമതം സ്ഥാപിച്ചത് നേപ്പാളിലെ രാജവംശത്തിൽ ജനിച്ച്
സിദ്ധാർത്ഥൻ എന്നറിയപ്പെട്ടിരുന്ന ശ്രീ ബുദ്ധനാണ്. രാജകൊട്ടാരത്തിൽ നിന്നും സർവ്വ സുഖങ്ങളും ഉപേക്ഷിച്ച് സന്യാസിയായി ഭാരതത്തിലെത്തിയിട്ടാണ് ബുദ്ധൻ ബുദ്ധമതം സ്ഥാപിക്കുന്നത്. ബുദ്ധമതത്തിന് പ്രത്യേക ദൈവം ഇല്ല. അതുകൊണ്ട് തന്നെ ബുദ്ധന്റെ കാലശേഷം ബുദ്ധ വിശ്വാസികൾ ബുദ്ധനെ ആരാധിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. ലോകത്താകെ 50.6 ബില്യൺ, അതായത് 56 കോടിയോളം ജനങ്ങൾ ബുദ്ധമത വിശ്വാസികളാണ്. മൂന്നാമത്തെ മതം ഹിന്ദുമതമാണ്. ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഹിന്ദുമതത്തിന് ഒരു പ്രത്യേക സ്ഥാപകൻ ഇല്ല. അനേകം വിശ്വാസങ്ങൾ കോർത്തിണക്കിയ ഒരു ജീവിത രീതിയാണ് ഹിന്ദുമതത്തിലുള്ളത്. സനാതനധർമ്മം എന്നും ഇതിനെ വിളിക്കുന്നു. സർവ്വചരാചരങ്ങളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും പഠിപ്പിക്കുന്ന രീതിയാണ് ഹിന്ദുമതത്തിലുള്ളത്. രൂപങ്ങൾ നൽകിയും രൂപങ്ങൾ നൽകാതെയും ദൈവത്തെ ആരാധിക്കുന്ന രീതിയും ഹിന്ദുമതത്തിലുണ്ട്. 4 വേദങ്ങൾക്ക് അധിഷ്ഠിതമായാണ് ഹിന്ദുമതം പ്രവർത്തിക്കുന്നത്. മഹാഭാരതം, ഭഗവത്ഗീത, രാമായണം, ദേവി ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളും ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭാഗമാണ്. ലോകത്താകെ 1.16 ബില്യൺ അഥവാ 116 കോടി ഹിന്ദു വിശ്വാസികളുണ്ട് എന്നാണ് കണക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമാണ് ഇസ്ലാം മതം. ഏകമത വിശ്വാസമാണ് ഇസ്ലാം മതക്കാർ പിന്തുടരുന്നത്. അള്ളാഹുവിനെയാണ് അവർ ദൈവമായി കാണുന്നത്. 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകനായിരുന്ന മുഹമ്മദ് നബിയാണ് ഇസ്ലാം മതം സ്ഥാപിച്ചത്. ഖുർആൻ, ഹദീസുകൾ എന്നിവ ഇസ്ലാം മതത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ്. ഖുർആനാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ലോകം മുഴുവനുമായി 1.907 ബില്യൺ അഥവാ 197 കോടി ജനങ്ങളാണ് ഇസ്ലാം മതത്തെ പിന്തുടരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ലോകത്തിലെ 1-ാമത്തെ മതമാണ് ക്രിസ്തു മതം. യേശുക്രിസ്തുവിന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടാണ് ക്രിസ്തുമതം രൂപീകൃതമായത്. 4 സുവിശേഷങ്ങളാൽ കേന്ദ്രീകൃതമായ ബൈബിളാണ് ക്രിസ്തുമതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുകയും വായിക്കുകയും ചെയ്യുന്ന മതഗ്രന്ഥമാണ് ബൈബിൾ. ലോകത്താകെ 240 കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന മതമാണ് ക്രിസ്തുമതം, ലോകത്തിലെ ഏറ്റവും വലിയ മതം.